ഹലോ ഗൈസ്, ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർഫോളാണ് നയാഗ്ര ഫോൾസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? കാനഡയിലും US-ലും ആണ് കേട്ടോ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിഫ്റ്റൺ ഹില്ലിലൂടെയാണ് നമ്മൾ ഫോളിലോട്ട് പോകുന്നത്. ക്ലിഫ്റ്റൺ ഹില്ലിന് നേരെ താഴെയാണ് നയാഗ്ര ഫോൾ ഉള്ളത്. ഞാനിതിന് മുന്നേ ഇത് കണ്ടിട്ടുള്ളതാണ്. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് കാണാനാണ് നമ്മൾ പോകുന്നത്. അതിലൊരു ബോട്ടിംഗ് ആണ്. നയാഗ്ര ഫോളിൻ്റെ തൊട്ട് താഴെ നമ്മൾ ബോട്ടിലാണ് പോകുന്നത് കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണിത്. എൻ്റെ സെക്കൻഡ് ടൈമാണ്. സോ ഞാൻ ഇപ്പോഴും എക്സൈറ്റഡ് ആണ്. കാരണം നമുക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ടാനിനെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തായിരുന്നു ഫസ്റ്റ് ടൈം ഞാനിവിടെ വന്നത്. ഇതാണ് നയാഗ്ര ഫോള്. എന്ത് രസമാണെന്ന് അറിയോ കാണാൻ. ഇത് US-ലോട്ടുള്ള നമ്മളെ ബോർഡർ പാസ് ചെയ്യുന്ന ബ്രിഡ്ജാണ്. കാനഡ US ബോർഡറിന് ബ്രിഡ്ജാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങളിതാ പോപ്കോണൊക്കെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. ടാനി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവനിതാ നമ്മൾ താഴെ ഇറക്കിയ സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. ടാനിനെ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ബോട്ട് കയറ്റാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ എനിക്ക്. അവന് എല്ലായിടത്തും പോകാനൊക്കെ അവന് ഓക്കെയാണ്. നമ്മളോട് അങ്ങനത്തെ പ്രശ്നമുള്ള ആളൊന്നുമല്ല. എന്നാലും നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കൺസേൺ ആവുമല്ലോ. എങ്ങനെയായാലും ഞങ്ങൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഓൺലൈൻ ടിക്കറ്റ് എടുക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നിട്ടോ ടിക്കറ്റ് എടുക്കാമെന്നാട്ടോ വിചാരിച്ച്. ഇവിടെ ബോട്ടിങ് മാത്രമല്ല, ഒരുപാട് ആക്ടിവിറ്റി ഇവിടെ ഉണ്ട്. ഞങ്ങൾ പലതിലും കയറിയിട്ടില്ല. ഇവിടെ ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. ഈ കാണുന്ന സിപ്പ് ലൈനാണ്. അതുപോലെ ഇവിടെ എയറോ കാർ ഉണ്ട്. പിന്നെ വേൾപൂൾ ജെറ്റ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. അതിൽ ഞാൻ കയറിയിട്ടില്ല. പക്ഷെ സെമി കയറിയിട്ടുണ്ട്. സെമി പറഞ്ഞു തരുമായിരുന്നു ഭയങ്കര രസമാണ്. പക്ഷെ പ്രഗ്നൻറ്റ് ലേഡീസിന്, കുറച്ച് ഏജ്ഡ് ആയവർക്കും കുട്ടികളുള്ള ഒന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. അത് നമ്മൾ നയാഗ്ര ഫോൾസിൻ്റെ താഴെ ഉള്ള പരിപാടി തന്നെയാണ് അതും. പക്ഷേ നമ്മൾ സേഫായിട്ട് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു. ഇതിൽ നമുക്ക് സേഫാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോഴായിരുന്നു ലാസ്റ്റ് വന്നത്. പക്ഷേ എനിക്ക് അത്ര ടെൻഷനും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സേഫ് തന്നെയാണ്. പിന്നെ കുട്ടികളെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് പോവാം, പ്രായമായവരാണെങ്കിലും കൊണ്ടുപോവാം. സോ ആ കാര്യത്തിലൊന്നും ടെൻഷനില്ല. ഈ സിപ്പ് ലൈനിൽ ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് ആളുകൾ പോകുന്നത് കണ്ടു. ഞങ്ങൾ ഇതുവരെ ഇതിൽ കയറിയിട്ടില്ല. ഇനി എന്തെങ്കിലും കയറണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ കയറുന്നൊക്കെ ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് പേരുള്ള കൂട്ടത്തിലാണ് ഞാൻ. എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അഡൽറ്റിന് അവർ പറയുന്നത് $40 സംതിങ് എങ്ങാനോ ആണ്. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഫോൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് പണ്ടൊക്കെ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ കാണാൻ പറ്റുന്നൊന്നും. ഇത് നമുക്ക് ഫോൾ കാണാൻ വേണ്ടിയിട്ട് അവരൊരു ബൈനോക്കുലർ സെറ്റപ്പ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സെമിയുടെ സിസ്റ്റർ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇതിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഇത്താത്തൻ്റെ മരുമോൾ ഇപ്പോൾ അടുത്താണ് നാട്ടിൽ നിന്ന് വന്നത്. സോ അവളെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോകാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അതാണ് ഇത്രയും ഡിലേ ആയത്. ഇതുവഴി നമുക്ക് നേരെ ലിഫ്റ്റ് വഴി താഴെ പോകണം. താഴെയാണ് നമ്മളെ ബോട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ വേറൊരു സംഭവം കൂടിയുണ്ട്. ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കണം. അത് മസ്റ്റായ ഒരു കാര്യമാണ്. ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ അവരിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം. പക്ഷേ ഇത് അവർ എഡിറ്റ് ചെയ്ത് തരുന്ന ഫോട്ടോ ഉണ്ട്. ബാക്കിൽ ഫോളൊക്കെ നയാഗ്ര ഫോൾ കാണിച്ചിട്ട് ഫോട്ടോ ചെയ്യുന്നതാണ്. ഞങ്ങൾ 2 തവണയും വന്നപ്പോഴും വാങ്ങിച്ചിട്ടില്ല. സോ ഞങ്ങൾ ലിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് താഴോട്ട് പോവാണ്. ഇന്നിവിടെ അത്ര വലിയ തിരക്കൊന്നും കാണുന്നില്ല. മോസ്റ്റ്ലി ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. വീക്കെൻഡ്സിലൊക്കെയാണ് ഇവിടെ നല്ല തിരക്കുണ്ടാവാറ്. ഈ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എക്സ്പീരിയൻസ് ഓൺലി 20 മിനിറ്റ് നമുക്ക് അവർ തരുന്നുള്ളൂ. ഈ 20 മിനിറ്റിന് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പം നമ്മൾക്ക് ടിക്കറ്റ് ഇവിടെ കാണിച്ചു കൊടുത്തിട്ട് വേണം അകത്ത് കയറാൻ. അതിന് ഇവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അവർ നമുക്ക് ഇവിടുന്ന് റെയിൻ കോട്ടൊക്കെ തരും. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കാരണം വെള്ളം ഡ്രസ്സിലാവാതിരിക്കാനാണ് അവർ നമുക്ക് റെയിൻ കോട്ട് തരുന്നത്. സോ ടാനിക്കുള്ള റെയിൻ കോട്ടും അവർ തരുന്നുണ്ട്. കുട്ടികൾക്കുള്ളതും എല്ലാം ഇവിടെ ഉണ്ട്. ഇന്ന് ഇവിടുത്തെ വെതർ നല്ല വെതറാണ്. സോ അതാണ് ഞങ്ങൾ ഇന്ന് തന്നെ ഇറങ്ങിയതും. സമ്മർ ആണെങ്കിലും വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നല്ലൊരു കാലാവസ്ഥയാണ്.
നമ്മളിവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് വരാനുള്ള ബോട്ട് ആളുകളെ കൂട്ടി റിട്ടേൺ വന്നിട്ടുണ്ട്. ഇനി അവരിറങ്ങിയിട്ട് നമുക്കതിൽ കയറാം. ഇത് വന്നതല്ല, തിരിച്ചു വരില്ല. ഇനി നമ്മളിതിൽ കയറും അല്ലേ? ഇറങ്ങി വരികയാണല്ലേ. ശ്രദ്ധിച്ചു കയറണേ. ഈ ബോട്ടിൻ്റെ മുകളിലാണ് എല്ലാവരും പോയി നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ താഴെ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ കുറച്ച് പേരെ കാണുന്നുള്ളൂ, പക്ഷേ നമുക്ക് മുകളിൽ കയറിയാലായിരിക്കും നല്ല വ്യൂ കിട്ടുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം നമുക്കിത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ബോട്ട് ആക്ടിവിറ്റി അവർ സമ്മറിൽ മാത്രം ഓപ്പൺ ചെയ്യുള്ളൂ, വിൻ്ററിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഞാനിവിടെ വന്ന സമയത്ത് വിൻ്റർ ആയിരുന്നു, ഭയങ്കര വിൻ്റർ. അതായത് ആ ടൈമിൽ നല്ല വിൻ്റർ കൂടുതലുള്ള സമയത്താണ് ഞാൻ ഇവിടെ കാനഡയിൽ ഫസ്റ്റ് വരുന്നത്. അന്ന് ഇവിടെ നയാഗ്ര ഫോൾസ് കാണാൻ വന്നപ്പോൾ വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അന്നും നല്ല രസമായിരുന്നു കാണാൻ, കാരണം ഫുള്ള് സ്നോ ആയിട്ട്, എന്നാൽ കുറച്ച് സൈഡിൽ നിന്ന് വെള്ളം ഒഴുകിയിട്ടും അങ്ങനെയുള്ള ഒരു നയാഗ്ര ഫോൾസ് ഞാൻ കണ്ടിരുന്നത്. പിന്നെ സമ്മറിലോട്ട് വന്നപ്പോഴാണ് ശരിക്കും നയാഗ്ര ഫോൾസ് എന്താണെന്ന് ഞാൻ അറിയുന്നത്. ഞങ്ങൾ മുന്നേ താമസിച്ചത് ഇവിടെ നയാഗ്ര ഫോൾസ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇവിടെ വരാറുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എത്ര തവണ വരികയാണെങ്കിലും നമുക്ക് അത്രയും പിന്നെയും വരണമെന്ന് തോന്നും, മടുപ്പൊന്നും തോന്നില്ല. വീണ്ടും കാണണമെന്നും ഒറ്റയ്ക്ക് കുറേ നേരം ഇരിക്കാനൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സ്ഥലമാണിത്. ടാനി എന്തായാലും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ടാനിയുടെ എക്സ്പീരിയൻസ് കാണാനും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുത്തില്ലേ പോസ്റ്റ് ചെയ്യാമെന്ന്, നിങ്ങൾക്കൊക്കെ കാണുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ കേട്ടോ. നമുക്ക് കാണാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയെങ്കിലും വീഡിയോയിലൂടെ കാണാമല്ലോ. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. ഈ നയാഗ്ര ഫോൾസ് ഷെയർ ചെയ്യുന്ന 2 കൺട്രി, ഒന്ന് US-ഉം ഒന്ന് കാനഡയാണ്. സോ കാനഡയിലുള്ള ആളുകൾ നമ്മൾ ഈ സൈഡിലൂടെയാണ് പോകുന്നത്. ഫോൾസിൻ്റെ തൊട്ട് ആ സൈഡിൽ ഉള്ളത് അമേരിക്കയിലുള്ള ബോട്ടാണ് പോകുന്നത്. സോ നമുക്ക് കാണാൻ പറ്റും, ആ ബോട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവരെ കാണും, അവർക്കും നമ്മളെ കാണാൻ പറ്റും. പക്ഷേ രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ കാണാൻ ഇറങ്ങുന്നതല്ല, ബോട്ട് പോകുന്നത്.
ഇതിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ പൊടി പോലും കിട്ടൂല കേട്ടോ, അത്രക്ക് ആടുണ്ട് ഈ ഒരു നയഗ്ര ഫോൾസ്. കുറേ ആളുകളൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്, പക്ഷെ അവരെ ബോഡി പോലും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പല രാജ്യത്തു നിന്നുള്ള ആളുകളൊക്കെ ഈ ഒരു കാര്യം കാണാൻ, അതായത് നയഗ്ര ഫോൾസ് കാണാൻ മാത്രം വരുന്നതാണ്. ഇവിടെ തൊട്ടടുത്ത് നയഗ്ര ഫോൾ വ്യൂ ഉള്ള ഒരുപാട് ഹോട്ടലുണ്ട്, മാരിയറ്റ് ഹോട്ടൽ, അങ്ങനെ വലിയ വലിയ ഹോട്ടലുകൾ ഇവിടെ ഉണ്ട്. അവിടെ താമസിച്ചിട്ട് അവർ ഇത് കാണാനൊക്കെ വരുന്ന ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നവരും ആരാണെങ്കിലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും ഇത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഈ വെള്ളം ഒഴുകുന്നത് കാണുന്നത് നമ്മൾ കാനഡയിൽ നിന്ന് ഒഴുകുന്ന നയഗ്ര ഫോൾസ് ആണ്. പക്ഷെ അത് ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ, നല്ല വ്യൂ ആണ്. പക്ഷെ എനിക്ക് അതിന്റെ ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ട, അതായത് ഈ സൈഡ് ഈ കാണുന്നത് US ഒഴുകുന്ന നയഗ്ര ഫോൾസും കൂടെയാണ്. സോ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തതാണ് നമ്മളെ നയഗ്ര ഫോൾസ്. കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ബോട്ടിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ആളുകൾക്ക് കയറാനുള്ള സമയമാണ്. സോ നമുക്ക് ഇറങ്ങാം. ടാനി ലാസ്റ്റ് ആയപ്പോഴാണ് കേട്ടോ ഭയങ്കരമായിട്ട് അവനിതിങ്ങനെ ഓടി നടക്കുന്നത്. ഈ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവന് എൻജോയ്മെൻറ്റ് കൂടിയത്. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഈ ബോട്ടിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്ന ആൾ ഞാനാണ്. എന്നോട് പറയരുത് സമയം കഴിഞ്ഞിട്ടുണ്ട്, വേഗം ഇറങ്ങിപ്പോവാൻ. ഇവിടെ നമ്മൾ ഉപയോഗിച്ച റെയിൻകോട്ടൊക്കെ കളയാൻ ഇവിടെ അവർ ഗാർബേജ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ ഇനി നേരെ വിട്ടു പോവാണ്. ഇവിടെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അത് നിന്നപ്പോഴാണ് ഇവിടെ കുറച്ച് ടീംസ് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അതും ഞാനൊന്ന് വീഡിയോ എടുത്തു. അവർ കുറേ ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടുന്നുണ്ട്, നല്ല രസത്തിൽ പാടും നോക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് എൻജോയ് ചെയ്യാനുള്ള സമയമില്ല, കാരണം നല്ല വിശപ്പ് വന്ന് തുടങ്ങി. രാവിലെ നേരത്തെ ഇറങ്ങിയതായിരുന്നു, കാര്യമായിട്ടൊന്നും വീട്ടിൽ ഫുഡും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് സെമിയുടെ കടയിൽ കയറിയിട്ട് പിസ്സ എന്തെങ്കിലും എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് പിസ്സ ആക്കും. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഈ കാണുന്നത് ഇൻക്ലൈൻഡ് റെയിലാണ്. ഇതിലാണ് നമുക്കിനി കയറാനുള്ളത്. ഇതിന് നേരെ മുകളിലെത്തിക്കും അവർ. ഇനിയും അവിടെയാണ് നമ്മളെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ടാനിക്ക് ഫുഡ് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ടെൻഷനാണ്. കാരണം ഇനി വീട്ടിൽ നേരെ ചെന്നിട്ട് വേണം അവൻ എന്തെങ്കിലും കൊടുക്കാൻ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് അവന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുട്ടികളെ കൂട്ടി വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു അവരെന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാലാണല്ലോ നമ്മളെ വയറ് നിറയുന്നത്, നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇനി നമുക്ക് നേരെ പോവാം. എന്ത് രസമാണെന്നറിയാം കാണാൻ. ഞാൻ വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഇംഗ്ലണ്ട് ട്രെയിനിൽ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടെ കയറാൻ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. കാരണം നമ്മളിതിങ്ങനെ ടോപ്പിൽ പോകുമ്പോൾ നമുക്ക് ഫോൾ ശരിക്കും നമുക്ക് കംപ്ലീറ്റ് ഫുള്ള് കാണാൻ പറ്റും. ബോട്ട് പോകുന്ന വ്യൂ ഒക്കെ നമുക്ക് ഈ ഇംഗ്ലണ്ട് ട്രെയിനിൽ നിന്ന് കണ്ടാൽ നല്ല രസമായിട്ട് എല്ലാതും നോക്കിയേ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ടോപ്പിലാണ് പോകുന്നത്. ടോപ്പിലാണ് നമ്മൾ പാർക്കിംഗ് ഒക്കെ ഉള്ളത്. റെയിൻകോട്ട് ഇട്ടിട്ടും താഴ്ഭാഗത്തൊക്കെ എൻ്റെ ഡ്രസ്സ് ഫുള്ള് കംപ്ലീറ്റ് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സുഖമില്ല, നനഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. കോട്ട് വരുന്ന ഭാഗം മാത്രം ഡ്രസ്സ് ഒന്നും ആയിട്ടില്ല കേട്ടോ, താഴോട്ട് ഫുള്ള് കംപ്ലീറ്റ് നനഞ്ഞ് കിടക്കുകയാണ്. ഇത് നമ്മൾ ഫോൾസ് വ്യൂ ഹോട്ടൽസും അതുപോലെ കസീനോ അങ്ങനെ എല്ലാം ഇതിന് ചുറ്റും ഉണ്ട് കേട്ടോ. ടാനിക്ക് ഞാനൊരു യോഗ ഡ്രിങ്ക് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ദാഹിക്കുകയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അവന് നല്ല വിശന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവനത് വാങ്ങിച്ചു കുടിക്കുന്നത്. വിശക്കാണെങ്കിൽ പിന്നെ ആൾക്ക് എന്ത് കൊടുത്താലും കഴിച്ചോളും, അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കൊന്നും വേണ്ട. ഇവിടെ പാർക്കിംഗ് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് നടന്നു പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് വെയിറ്റ് ചെയ്യാം. സെമി പോയിട്ട് കാർ എടുത്ത് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അവർ നേരെ കാറിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം ഇനി നടന്നു പോകാനുള്ള എനർജി നമുക്കില്ല, കാരണം നല്ല വിശപ്പ് വന്നു തുടങ്ങി. പോകുന്ന വഴിക്ക് ഞങ്ങൾ നല്ല ബ്ലോക്ക് പെട്ടു കേട്ടോ. ഇവിടെ കാണാൻ വന്ന കുറേ ആളുകൾ വെയിറ്റിംഗ് ആണ് എല്ലാവരും. ഇതിലൂടെ നടന്നു പോകാൻ നല്ല രസമാണ്. പക്ഷെ അത് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഈവനിങ് ഒക്കെ വരണം. വൈകുന്നേരം ഞങ്ങൾ പോവാറുണ്ട്. ഇതിന് ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇതിലൂടെ നടന്നു പോവാറുണ്ട്. ഇവിടെ കുട്ടികൾക്ക് പറ്റിയ കുറേ ആക്ടിവിറ്റി ഉണ്ട്. നമ്മൾ ഒരു ദിവസം ഒന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഫുള്ളൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ ഓരോ വീക്കെൻഡ് ആയിട്ട് വരണം. ഞങ്ങൾ വീട് ഇവിടെ അടുത്തായ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ട് വരുന്നൊരു സ്ഥലം ഇവിടെ ആയിരുന്നു.
അപ്പോൾ ഇതാ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. വരുന്ന സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. പോവാനായപ്പോഴേക്കും നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്, ഫോർട്ടറി എത്തിയിട്ടുണ്ട്. സെമിയുടെ സിസ്റ്റർ നിൽക്കുന്നത് കിങ്സ്റ്റണിലാണ്. അപ്പോൾ അവർക്ക് ഇന്ന് രാത്രി പോവും വേണം അങ്ങോട്ടേക്ക്. അപ്പോൾ ഇനി നേരത്തെ പോയിട്ട് അവർക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നാഗര ഫോൾസിക്ക് നമുക്ക് ഒരു 20 മിനിറ്റ് ഡ്രൈവേ വരുന്നുള്ളൂ. പക്ഷെ നമുക്കത് അത്ര ദൂരമായിട്ട് തോന്നാറില്ല. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ആ ഒരു ഭാഗത്തൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ടാനിക്ക് ഫുഡൊക്കെ കൊടുക്കണം. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോ ആണ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.